ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണെന്ന് നോക്കാം. തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഉത്രാട ദിനമായിട്ടുള്ള ഇന്ന് ഓണസദ്യക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനുമായിട്ടുള്ള ഓട്ടത്തിലാണ് നാട് മുഴുവൻ. രാവിലെ തന്നെ ചന്തകളിലൊക്കെ തിരക്കേറും. വീട്ടുമുറ്റത്ത് വളരെ മനോഹരമായ പൂക്കളം തീർക്കാനുള്ള ഒരുക്കത്തിലാണ് പലരും. ഇപ്പൊ കാണം വിറ്റും ഓണം ഉണ്ണാനുള്ള ഓട്ടത്തിലാണ് മലയാളികൾ എന്ന് സാരം. നമ്മൾ ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷത്തിലേക്ക് പോവാണ്. കൊച്ചിയിൽ നിന്ന് നമ്മുടെ സൈഫുനിസ അലിയാർ തത്സമയം ചേരുന്നുണ്ട്. സൈഫു, ഗുഡ് മോർണിംഗ്. മലയാളികളുടെ ഒന്നാം ഓണമാണ് ഇന്ന്. അതിനൊപ്പം ഉത്രാടപ്പാച്ചിലേക്ക് ഒഫീഷ്യലി രാവിലെ തന്നെ കടന്നു കാണുമായിരിക്കും പലരും. സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള തിരക്ക്, അതേപോലെ തന്നെ അവസാനത്തിൽ ഇനി ആർക്കെങ്കിലും ഒക്കെ ഒരു ഓണക്കോടി വാങ്ങാൻ വിട്ടുപോയെങ്കിൽ അത് വാങ്ങാനുള്ള തിരക്ക്. അങ്ങനെ മൊത്തത്തിൽ ഓണം കളറാക്കാൻ നാളത്തെ ഒരു ദിവസം തിരുവോണം കളറാക്കാനുള്ള ഒരുക്കത്തിലാവും. അപ്പൊ എന്താ രാവിലെ തന്നെ ഉള്ള ഉത്രാടപ്പാച്ചിൽ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് സേതു. ഞാനുള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. നമുക്കറിയാം എറണാകുളം മാർക്കറ്റിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നല്ല തിരക്കാണ്. ഒരുപാട് പേരാണ് ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന. വാഴയില മുതൽ അതിനുവേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ടുള്ള തിരക്കുകൾ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ആ തിരക്ക് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു ടീം വന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. ഓരോരുത്തരായിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉത്രാടപ്പാച്ചിലേക്ക് ഇറങ്ങിയതാണോ? അതെ അതെ, നാളെ തിരക്കായിരിക്കുന്ന വെച്ചാൽ ഇന്ന് തന്നെ രാവിലെ മേടിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇന്ന് എല്ലാം കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഞങ്ങൾ ജോലിക്ക് പോകണമെന്ന് സെലിബ്രേഷൻ കടയിലൊക്കെ. അപ്പോൾ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ചെറുതൊക്കെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പെട്ടെന്ന് പരിപാടി നിർത്താക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടൊക്കെ ഇത്തവണ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? എത്ര കൂട്ടം പായസമാണ്? 2 കൂട്ടം പായസം വയ്ക്കാന്ന് വിചാരിച്ചു. പാലടയും പരിപ്പ് പായസം. അപ്പൊ അത് രാവിലെ തന്നെ പോന്നു അല്ലേ? അതെ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് കടക്കാൻ പോലും കഴിയാത്തത് നല്ല തിരക്കായിരിക്കും, അതുകൊണ്ടാണ് നേരത്തെ. വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അന്ന് ഇത്ര 100 രൂപ വെച്ച് ഒരു 250 കഴിഞ്ഞ ഓണത്തിന് മേടിച്ചപ്പോൾ 500 രൂപ തികയില്ല. അത്രമാത്രം വിലയാണ് ഇപ്പോൾ. സവാളക്കൊക്കെ എന്താ വില ഇപ്പോൾ? ഭയങ്കര വിലയാണ്. അങ്ങനെ പക്ഷെ നമുക്ക് ഓണം ഉണ്ണാതിരിക്കാൻ പറ്റില്ല. അതെ അതെ, അതെങ്ങനെയും വേണം. ഇങ്ങനെ കടം മേടിച്ചെങ്കിലും പരിപാടി നടത്തണം, അല്ലതാണ്. എങ്ങനെയാണെങ്കിലും നടത്തണം ഓണം ത്തിനുള്ള പരിപാടി. ചേച്ചി, ഉത്രാടത്തിന്റെ പർച്ചേസിലേക്കൊക്കെ ഇറങ്ങിയതാണോ? അതെ. എന്തൊക്കെയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാത്തരം പച്ചക്കറികളും മേടിച്ചിട്ടുണ്ട്. സാമ്പാർ, അവിയല്, ഇഞ്ചി, മാങ്ങ. ഇത്തവണ ഓണം കൂടാൻ ആരൊക്കെയുള്ള വീട്ടില്? വീട്ടില് പുള്ളിയുടെ പെങ്ങന്മാരെല്ലാരും വരുന്നുണ്ട്, മക്കളെല്ലാം വരുന്നുണ്ട്. നാളെ വരും. തിരുവോണം ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലെത്തും. ആരും അവർക്കുള്ള സദ്യ കരുതണം. അവരവരുടെ വീട്ടില് രാവിലെ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിയുമ്പോൾ എല്ലാവരും കൂടി കൂടും. പെങ്ങന്മാരും അനിയന്മാരും വിപുലമായ സദ്യ ആയിരിക്കും. അതെ അതെ. ഞങ്ങൾ കൂടെ വന്നാൽ ഉണ്ടാവുമോ? പിന്നെ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇത് പച്ചക്കറിയുടെ ഏരിയ ആണ്. അവിടെ പിന്നെ അങ്ങോട്ടും മുട്ട, പച്ചക്കറി, അങ്ങനെ ഈ ഏരിയ മുഴുവൻ പച്ചക്കറിയുടേതാണ്. പല സ്ഥലങ്ങളിലായി ആളുകൾ തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിരാവിലെ ഇവിടെ മുഴുവൻ ഹോൾസെയിൽ കച്ചവടമുണ്ട്, അതല്ലാതെ റീറ്റെയിലായിട്ട് കൊടുക്കുന്നുമുണ്ട്. നമുക്ക് ഈ ഇത് കണ്ടോ, വാഴയിലയൊക്കെ ഇവിടെ സെറ്റാണ്. ഇതുണ്ടോ, നിങ്ങൾക്ക് സദ്യ കഴിക്കാനുള്ള വാഴയില മുതൽ, വാഴയില വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തൂശനിലയുണ്ട്. ആ തൂശനിലയിൽ ഊണ് കഴിക്കാനായിട്ട് വിളമ്പാനുള്ള സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു ഇത് മുഴുവൻ നന്നാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് വെളുത്തുള്ളിയൊക്കെ. എത്രത്തോളം നമുക്ക് ജോലി കുറയ്ക്കാമോ അത്രത്തോളം ജോലി കുറയ്ക്കാനുള്ള രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിരി എങ്ങനെ വിലയൊക്കെ എങ്ങനെയാണ്? വലിയ കുഴപ്പമൊന്നുമില്ല, സാധാരണ വില തന്നെ. വില കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നു. വാങ്ങുന്നതായിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല, സാധാരണ നേരത്തുള്ള വില. ഓണം പ്രമാണിച്ചൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. ഓണം പ്രമാണിച്ചൊന്നും കൂട്ടിയിട്ടില്ല. കൂട്ടണല്ല, കൂട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓണം പ്രമാണിച്ചൊന്നും കൂട്ടിയിട്ടില്ല. ഇത് അച്ചാറിന്റെ ഏരിയ ആണ് കേട്ടോ. ഇത് അച്ചാർ മേടിക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള അതിന്റെ ഏരിയ ആണ്, അച്ചാറിനുള്ള ഏരിയ ആണ്. ആ തരത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട് വിപണികളൊക്കെ. ഹോൾസെയിൽ റേറ്റ് ആണോ? ഹോൾസെയിൽ റേറ്റ്. റിറ്റെയിൽ 170 വരെയും വരും. ചെറുതല്ല കേട്ടോ, വലുത്. ഇതിന് 170 വരെയും വരും. ചെറിയ നാരങ്ങ വന്നത് ഇപ്പൊ ചെറുതാണ് വന്നത്. അവിടെ മഴയില്ലല്ലോ, തമിഴ്നാട് മഴയില്ല. അത് കാരണമൊക്കെ ഈ ചെറുതാ വന്നത്, വലിപ്പം കുറവാണ്. അതാണ് സേതു ഈ എറണാകുളം മാർക്കറ്റിലെ അവസ്ഥ. മാർക്കറ്റിലെ അവസ്ഥ നമ്മൾ കേട്ടു. എന്തായി വീട്ടിലെ അവസ്ഥ? എന്തായി വീട്ടില് സാധനങ്ങളൊക്കെ എല്ലാം കൂട്ടിയോ? നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? പ്രശ്നങ്ങളില്ലാതെ
പച്ചക്കറികൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക്